നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. യു പ്രതിഭ MLA ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ. പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല. പൈപ്പിടാനായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ യാത്രാക്ലേശം. വർണ്ണക്കൂടാരവും ക്രിയേറ്റീവ് കോർണറും ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട ഐവർകാല SNVG UP സ്കൂളിലാണ് വർണ്ണക്കൂടാരം ആരംഭിച്ചത്. പ്രീ പ്രൈമറി രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തുക ലക്ഷ്യം. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. യു പ്രതിഭ MLA ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. യു പ്രതിഭ MLA ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കായംകുളം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. വായനാഭിരുചി ജനകീയമാക്കുന്നതിനും പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. MLA പ്രത്യേക വികസന നിധി വിനിയോഗിച്ചു വാങ്ങിയ 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് തെരഞ്ഞെടുത്ത 12 സ്കൂളുകളിലും 30 ഗ്രന്ഥശാലകളിലുമായി കൈമാറിയത്. MLA ലിറ്ററേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടത്തി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ അഖിൽ P. ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. 7ാമത്തെ അധ്യായത്തിൽ എനിക്കൊരു കമന്റ് കിട്ടി, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയയിൽ നിന്നിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫുൾ അധ്യായങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്തു. ഈ വ്യക്തിയുടെ 2-3 കൂട്ടുകാർ ഇത് വായിക്കാൻ തുടങ്ങി. അവർ മൗത്ത് പബ്ലിസിറ്റി വഴി ആ ആളുടെ കോളേജിലുള്ള ആൾക്കാർ വായിച്ചു. 37ാമത്തെ അധ്യായം പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 15,000-ന് മുകളിൽ വായനക്കാർ ഫേസ്ബുക്കിലുണ്ട്. അപ്പം അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു എനിക്ക്. കാരണം എല്ലാവരും റിജക്ട് ചെയ്ത ഒരു സാധനത്തിന് വായിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കാണോ കഴിച്ചത് അതോ പബ്ലിഷേഴ്സിനാണോ മിസ്റ്റേക്ക് എന്ന് എനിക്ക് കൺഫ്യൂഷനായി. പിന്നെ ഞാൻ ഈ ഓജോ ബോർഡ് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തപ്പോൾ അടുത്ത പ്രതീക്ഷ ഇത് പുസ്തകശാലകളിൽ റാക്കിൽ എൻ്റെ ബുക്ക് എടുത്ത് വയ്ക്കും. ഞാൻ ആദ്യം തന്നെ ആലപ്പുഴയിൽ പ്രഭാത് ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്സ് ഉണ്ട്, അവിടെ കൊണ്ട് ഞാൻ എൻ്റെ 1000 കോപ്പി അച്ചടിച്ചത്. അപ്പോൾ വീട് ചെറിയ വീടാണ്, വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല ഈ ബുക്കുകൾ അടുക്കി വെച്ചിട്ട്. അച്ഛനിങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് കുറച്ച് കോപ്പി കൊണ്ട് പ്രഭാത് ബുക്സിൽ കൊടുത്തപ്പോൾ അവർ ചോദിച്ചത് ആരുടെ ബുക്ക്? ഞാൻ പറയുന്നത് അഖിൽ P. ധർമ്മേൻ്റെ ബുക്സാണ്. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS താഹ അധ്യക്ഷത വഹിച്ചു. യു പ്രതിഭ MLA സ്വാഗതം പറഞ്ഞു. ചെറുതും വലുതുമായിട്ടുള്ള പബ്ലിക്കേഷൻസ് തമ്മിലുള്ള ഒരു മത്സരമാണ്. അവിടെ എല്ലാവരോടും ഞങ്ങൾ വർത്തമാനം പറയുകയും അവരോടൊക്കെ തന്നെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പണം അവിടെ ചെലവഴിക്കുകയും ഒപ്പം നല്ല പുസ്തകങ്ങൾ വാങ്ങാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നടത്തുന്നതിൽ ഒന്നാമത് നിൽക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ മണ്ഡലവും ഒന്ന് കായംകുളം മണ്ഡലവുമാണെന്ന് സ്പീക്കറുടെ പ്രത്യേക അഭിനന്ദനം കിട്ടിയിട്ടുള്ളവരാണ്. അതിന് പിന്നിൽ തീർച്ചയായിട്ടും സ്വാഗതം പറഞ്ഞ അമലിന് വലിയൊരു റോളുണ്ട് എന്ന് പറയാൻ കഴിയുന്നതാണ്. ഈ സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ, ഇത് നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ്. നന്നായി പഠനവും മനുഷ്യരെ സഹായിക്കാനും ഒക്കെ ഒരു മനസ്സുണ്ട്. അതിവിടെ പറയാറുണ്ട്. ദിവസങ്ങളോളം പുസ്തകത്തിലെ പോയിരുന്ന പിന്നെ ഒരാഴ്ച ആൾ പനിയടിച്ച് കിടക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുമുണ്ട്. ഇത് പരമാർത്ഥമായ കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D. അംബുജാക്ഷി, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ കുമാർ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കര, നഗരസഭാ കൗൺസിലർ പ്രമീള ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വർണ്ണക്കൂടാരം ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട ഐവർകാല SNVG UP സ്കൂളിലാണ് ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്തത്. ഐവർകാല SNVG UP സ്കൂളിലാണ് അന്താരാഷ്ട്ര പ്രീ സ്കൂൾ വർണ്ണക്കൂടാരം ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്തത്. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാലും ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLAയും നിർവഹിച്ചു. പ്രീ പ്രൈമറി സ്കൂളുകളിൽ നടത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വർണ്ണക്കൂടാരം
നമ്മുടെ ഈ സ്കൂളിലും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവുകളെ എത്രമാത്രം വളർത്തിയെടുക്കാൻ കഴിയും, അതാണ് ഈ വർണ്ണക്കൂടാരം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി അനുപമ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകന് സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രശ്മി രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ GK ഹരികുമാർ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം K കലാദേവി, കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R രജനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S അശ്വതി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA സുരേഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ബിബിനാർ ചന്ദ്രൻ, അഞ്ജു M സജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊറ്റങ്കര പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ. പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും തുടർ നടപടികൾ എങ്ങും എത്തിയില്ല. പൈപ്പിടാനായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ യാത്രാക്ലേശവും ഇരട്ടിച്ചു. പദ്ധതി എന്ന് പറഞ്ഞ് പൈപ്പ് കൊണ്ടിട്ട് ഇവിടെ എല്ലാം തോണ്ടി മറിച്ച് ഇതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ആയിട്ട് ഇതുവരെ വഴിയും വന്നില്ല, വെള്ളവും വന്നില്ല. വഴി മാത്രം കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, വെള്ളമില്ലാതെ ജനങ്ങൾ അങ്ങോട്ട് പോകും. വെള്ളത്തിന് അവർ തന്നെങ്കിലല്ലേ കുടിക്കാനായിട്ട്. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലാണ് ജലജീവൻ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിക്കാനായി റോഡുകളിൽ പൈപ്പ് സ്ഥാപിച്ചു, എന്നാൽ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല. JCB ഉപയോഗിച്ച് റോഡുകൾ കുഴിച്ച് പൈപ്പ് സ്ഥാപിച്ചതോടെ മിക്ക റോഡുകളും തകർന്ന നിലയിലുമാണ്. പദ്ധതി പൂർത്തീകരിക്കാത്തതിനാൽ റോഡുകളുടെ നിർമ്മാണവും അനിശ്ചിതമായി വൈകുകയാണ്. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നവും രൂക്ഷമാണ്. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ജലജീവൻ പദ്ധതി പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. 5 വർഷം കൊണ്ട് ഈ പൈപ്പ് ഇങ്ങനെ നടക്കും, വെള്ളവും ഇല്ല, ഒന്നും. ഇവിടെ കുടിവെള്ളം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം തോണ്ടി കുഴിച്ച് ഇപ്പോൾ കോൺക്രീറ്റും കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ വെള്ളം വന്നില്ല. അതിന് ഇപ്പോൾ ഇവിടെ പോകും വെള്ളത്തിന്? ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞല്ലേ എഴുതിയിട്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയും വന്നില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതി നമുക്ക് ഇതുവരെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുടിവെള്ള പദ്ധതിക്ക് പ്രാധാന്യം നൽകി കൊല്ലം കോർപ്പറേഷൻ ബജറ്റ്. 24 മണിക്കൂറും നഗരത്തിൽ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി 145 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ചിന്നക്കടയിലെ മേൽപ്പാലം പൊളിച്ചു നീക്കി എലിവേറ്റഡ് ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിന് DPR-നായി 25 ലക്ഷം രൂപയും നീക്കിവെച്ചു. തെരുവ് നായകൾക്ക് ഷെൽട്ടർ, വാക്സിനേഷൻ, ABC പ്രോഗ്രാം എന്നിവയ്ക്കായി 2 കോടി രൂപയും വകയിരുത്തി. ചിന്നക്കട മേൽപ്പാലം പൊളിച്ചുമാറ്റി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച SMB പാലസിനെ ബന്ധപ്പെടുത്തി താലൂക്ക് ഓഫീസ് വരെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് DPR തയ്യാറാക്കുന്നതിന് 25 ലക്ഷം രൂപ കോർപ്പറേഷൻ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. മോഡൽ റോഡുകൾ നിർമ്മിക്കുന്നതിനും റോഡ് റീസർഫൈസിംഗ്, കുഴികൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഓടകളിൽ ചെളി നീക്കം ചെയ്യൽ, കൺവേർട്ടർ, വീതി വർദ്ധിപ്പിക്കൽ, ജംഗ്ഷനുകളുടെ വികസനം, കാൽനടയാത്രക്കാരുടെ സുരക്ഷ എന്നിവ നടപ്പാക്കുന്നതിനായി 15 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 566 കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയുടെ പ്രധാന നിർമ്മാണമായ തലയിണ പ്രവർത്തനം അപാകത പരിഹരിച്ച് ആരംഭിക്കുന്നതിനും പദ്ധതിയിൽ കരിക്കോട്, കടവൂർ മേഖലകളെ ഉൾപ്പെടുത്തി നഗരവാസികൾക്ക് 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് 145 കോടിയുടെ പദ്ധതിയും ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു. തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടർ സംവിധാനം, വാക്സിനേഷൻ, ABC പ്രോഗ്രാം എന്നിവയ്ക്കായി 2 കോടി രൂപയും നീക്കിവെച്ചു. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ കരിമാലിൽ ഉദയാസുകുമാരനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നടപ്പാക്കുന്നതിന് എല്ലാ വാർഡുകളെയും നീതിപൂർവം പരിഗണിച്ചുകൊണ്ട് ഈ മേഖലയ്ക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തതായിട്ട് ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് തെരുവുനായി പ്രശ്നം. തെരുവുനായി സംരക്ഷണം എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത്? നാട് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് തെരുവ് നായ്ക്കളുടെ ശല്യം. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായ ജനങ്ങൾ വരെയുള്ളവരുടെ രോദനം കൊല്ലം നഗരത്തിൻ്റെ അന്തരീക്ഷത്തിൽ അലയടിച്ചു നിൽക്കുകയാണ്. ഇത് കാണാതെ, ഇത് കേൾക്കാതെ നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് നഗരത്തിൻ്റെ തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ സംവിധാനം ഒരുക്കണം. അടിയന്തരമായിട്ട് മുഴുവൻ നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകണം. സ്വകാര്യ വ്യക്തികൾ വളർത്തുന്ന നായ്ക്കൾക്ക് നിർബന്ധമായും ലൈസൻസ് ലഭ്യമാക്കണം. ABC പ്രോഗ്രാം എന്നിവ കൃത്യമായി ഇരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം മനുഷ്യ സുരക്ഷയും മൃഗസുരക്ഷയും ഒരുമിച്ച് ഉറപ്പാക്കുന്നതിന് 2 കോടി രൂപയാണ് കാണുന്നത്. മനുഷ്യന്റെ സുരക്ഷയും
അതിനോടൊപ്പം മൃഗത്തിൻ്റെ സുരക്ഷയും നമ്മൾ പാലിക്കുന്നതാണ്. കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭിക്ഷാടകനായി അഭിനയിച്ച് പണം പിരിച്ചയാൾ കുണ്ടറയിൽ പിടിയിൽ. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി മുജീബാണ് പിടിയിലായത്. അർബുദ രോഗിയാണെന്ന വ്യാജേനെ വായിൽ നിന്നും നെഞ്ചിലേക്ക് ട്യൂബൊട്ടിച്ചും കാലിന് മുകളിൽ കാലിന്റെ ആകൃതിയിലുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ഉപയോഗിച്ച് അംഗപരിമിതനാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇയാൾ ഭിക്ഷ യാചിച്ചിരുന്നത്. 10 വർഷമായി ഇങ്ങനെ യാചിക്കുന്ന ഇയാൾക്ക് 4 ചക്ര വാഹനവും വീടുമുള്ളതായി പോലീസ് പറഞ്ഞു. കുണ്ടറ ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിന്റെ മുന്നിലായിരുന്നു ഇയാൾ ഭിക്ഷ യാചിച്ചിരുന്നത്. എന്നെ ഉപദ്രവിക്കരുതെന്നൊരു പോസ്റ്റും ഇവനല്ലാതെ തന്നെ തൂക്കിയിട്ടൊരു പോസ്റ്റും ഇത് കണ്ട് ഇവനെ ആരും ശല്യപ്പെടുത്തണമെന്ന് വണ്ടിയുടെ മുമ്പും പുറവും ഒട്ടിച്ചിരിക്കുക. അത് തിരക്ക് പിടിച്ചവന് നമ്മൾ അതിനൊക്കെ കണ്ടപ്പോൾ ഒരു മാനസികാവസ്ഥയിൽ ഇവന് വന്നപ്പോ ഒരു ദിവസം അവന് കൂൾ പേ തന്നെ കിട്ടിക്കുന്നത് 10,000, 2,000, 500 കൂൾ പേ രണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് 2,500 ഇന്ന് ഒരു മണിക്കൂർ അവന് 7 മണിക്ക് വന്ന് 10 മണിയായപ്പോൾ തീർന്നപ്പോൾ 2,600 പിരിവ് കാശ് കിട്ടി. തിരുവനന്തപുരം പേഴുമൂട് പൂവച്ചൽ ബിസ്മില്ല ഹൗസിൽ 33-കാരനായ മുജീബാണ് പിടിയിലായത്. അർബുദ രോഗിയാണെന്ന വ്യാജേന ഒരു തുണ്ട് ട്യൂബ് വായിൽ നിന്നും നെഞ്ചിലേക്ക് ഒട്ടിച്ചു വെച്ചും അംഗപരിമിതനാണെന്ന് തോന്നിക്കും വിധം ഒരു കുഴപ്പവുമില്ലാത്ത കാലിന് മുകളിൽ പ്ലാസ്റ്റിക് കൊണ്ട് കാലുകൾ ഉണ്ടാക്കിയും ഇയാൾ യാചകനായി അഭിനയിച്ചു വരികയായിരുന്നു. ഇത് ബന്ധപ്പെട്ട് എല്ലാവരും പോയ സമയത്ത് ഇവരെ ഒരു സംശയകരമായി കണ്ടപ്പോൾ ഇവനെ ചോദ്യം ചെയ്തപ്പോൾ വ്യാപകമായ ഒരു തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കി. ആ ബോധ്യത്തിന്റെ പേരിൽ നമ്മൾ ഇളമ്പള്ളൂർ കുണ്ടറ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ബഹുമാനപ്പെട്ട SIയും ജീപ്പോടെ വരിക ഇവനെ 1 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോൾ ഒരു വ്യാപകമായ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി. കാരണം ഈ റംസാൻ മാസത്തിലൊരു പിരിവും കാര്യങ്ങളും ഇങ്ങനെ ഒരു സംവിധാനത്തിൽ മറ്റേ ഈ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ് കരുണയുള്ളൊരു അത്തരത്തിലേക്ക് വരുന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഒരു മറ്റുള്ള അർഹതയില്ലാത്തവൻ വന്ന് പിരിക്കുന്നു. അത് കണ്ടപ്പോൾ നമ്മളൊക്കെ മാനസികമായി ഇവനെ കൃത്യമായി നിയമപരമായി ഇവനെ ചോദ്യം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ആ നിയമപരമായി പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ചോദ്യം ചെയ്തു. നമ്മളിപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ട്രഷറർ സാബുക്കായും ആയിട്ട് വന്നൊരു പരാതി കൊടുത്തു. പരാതി അടിസ്ഥാനം അവനെ പിടിക്കുകയും ചെയ്തു. പരാതി അത്തരത്തിലേക്കുള്ള വ്യാപകമായ ഒരു പിരിവ് കൊള്ളസംഘത്തിൽപ്പെട്ടവനാണെന്ന് തോന്നുന്നു. ഒരുപാട് കോണ്ടാക്ട് നമ്പറുകൾ അതൊക്കെ പരിശോധന ബഹുമാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് 2 മൊബൈല്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ആധുനിക സൗകര്യം പോലെ വണ്ടിയിൽ എല്ലാ കയറടിക്കുന്ന ഇത് തൊട്ട് പമ്പ് തൊട്ട് എല്ലാ ആധുനികമായി ഫോണ് എക്സെക്ട് എല്ലാ ഒരു പിരിവുകാരൻ എന്നുള്ള നിലയ്ക്ക് മറ്റ് സാധാരണ ഈ രാജ്യത്ത് പാവങ്ങൾ ജീവിക്കാൻ ഉള്ളതുണ്ടല്ലേ കാരണം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിൽ നോമ്പ് നിസ്കാരം കഴിഞ്ഞു വന്ന വിശ്വാസികളിൽ നിന്നും ഭിക്ഷാടകനായി ഇയാൾ പണം പിരിച്ചു. ഇതിനുശേഷം കാലിനൊരു കുഴപ്പവുമില്ലാതെ ഇയാൾ നടന്നു പോകുന്നതും ട്യൂബ് വായിൽ നിന്ന് ഇളകിക്കിടക്കുന്നതും പള്ളിയിലെ ഉസ്താദ് കണ്ടു. ഇവന്റെ ട്യൂബ് ഇട്ടിരിക്കുന്ന കാരണം നമുക്കൊരു മാനസിക ഇത്. അപ്പൊ ഇവര് സൂക്ഷ്മം പരിശോധിച്ചപ്പോ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഇത് പാഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ 2 തരത്തിലും കാലിലൊരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ഇവനൊരു ട്യൂബ് ഇട്ടിരിക്കുന്നു, വായിൽ നിന്ന് ചോര വരുന്നു എന്ന് പറഞ്ഞു. ആ ട്യൂബ് ബഹുമാനപ്പെട്ട SI വലിച്ചെടുത്തപ്പോ അതിനകത്തൊന്നുമില്ല, ചുമ്മാതെ കടിച്ചു പിടിച്ചിരിക്കുന്ന ട്യൂബ്. അപ്പൊ അത്തരം തരത്തിലേക്കുള്ള ഒരു ഇത് തട്ടിപ്പുകാരനെ കണ്ടപ്പോ നമുക്കത് നിയമപരത്തിന് കാണണം. കാര്യം ഈ വാക്യം നാളെ ഇത് ആവർത്തിക്കരുത്. സമൂഹത്തിൽ ഇത്തരത്തിലേക്കുള്ള പിരിവും ഇത്തരത്തിലേക്കുള്ള വഞ്ചന ശിക്ഷയും അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് അതിയായ ഒരു ഇത് തോന്നി. തുടർന്ന് ഇദ്ദേഹം വിശ്വാസികളെയും പള്ളി ഭാരവാഹികളെയും വിളിച്ചു വരുത്തി സംശയം പ്രകടിപ്പിച്ചു. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഇയാൾക്ക് രോഗമില്ലെന്നും കാലിന് കുഴപ്പമില്ലെന്നും കണ്ടെത്തി. ബാഗ് പരിശോധിച്ചപ്പോൾ 10,000-ലേറെ രൂപയും 12,000 രൂപ ഗൂഗിൾ പേയിലുമുള്ളതായി കണ്ടെത്തി. അർബുദ രോഗിയായ തന്നെ സഹായിക്കണം എന്നെഴുതിയ ബോർഡ് നെഞ്ചിൽ തൂക്കിയിട്ടായിരുന്നു യാചന. ഗൂഗിൾ പേ നമ്പരും QR കോഡും ഇതിൽ കുറിച്ചിട്ടിരുന്നു. ബൈക്കിലായിരുന്നു യാത്ര. ബൈക്കിന് മുന്നിലും പിന്നിലും അർബുദ രോഗിയാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്ന സ്റ്റിക്കറും ഭിന്നശേഷിക്കാരുടെ ചിഹ്നവും പതിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം MVD വാഹന പരിശോധനയ്ക്കിടയിൽ ഹെൽമെറ്റ് ധരിക്കാതിരുന്നതിനാൽ ഇയാളോട് പിഴ ഈടാക്കിയില്ല. ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും പണമിട്ട് പുതിയ ഹെൽമെറ്റ് വാങ്ങിക്കൊടുത്തതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മുന്തിയ ഇനം ആൻഡ്രോയിഡ് ഫോണുകളും ഹെഡ്സെറ്റും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇയാൾ ഈ ജോലി ചെയ്തു വരികയാണ്. സ്വന്തമായി 4 ചക്ര വാഹനവും വീടുമുള്ളതായി ഇയാൾ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തേവലക്കര മൊട്ടയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്.
തേവലക്കര മൊട്ടയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിലാണ് പുതിയ കെട്ടിടത്തിന് ശിലയിട്ടത്. ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. സ്കൂളിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. പിന്നീട് മൊട്ടയ്ക്കിന് 1 കോടി. SMVLP സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അന്തിമ ഘട്ടത്തിലേക്കാണ്. വാർപ്പെല്ലാം കഴിഞ്ഞു. പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ 1-2 മാസങ്ങളുണ്ട്. പുതിയ അധ്യയന വർഷം വരുമ്പോഴേക്കും അവിടെ പുതിയ കെട്ടിടം വരും. അവിടെ ഈ പറഞ്ഞ കണക്ക് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു സ്കൂൾ, 180 വർഷത്തെ പഴക്കമുള്ള സ്കൂളായിരുന്നു. കെട്ടിടത്തിന്റെ അഭാവമുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സംവിധാനം അവിടെ വരികയാണ്. അതുപോലെ തന്നെയാണ് ചോറ് നമ്മുടെ മീനടവ് വഴിയില്ലാത്തത് വെച്ച് നമ്മുടെ തോട്ടുമുക്കിലുള്ള അരിമൽ സ്കൂൾ. അതുപോലെ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഒരു കെട്ടിടം നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നു. അത് കൂടാതെ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ പോയപ്പോൾ കോൺട്രാക്ടർമാരടക്കം എഞ്ചിനീയർ അടക്കം എന്ന് കണ്ടപ്പോൾ അവിടെ മെറ്റീരിയൽ അങ്ങോട്ട് എത്തിക്കുവാനുള്ള സ്ഥലമില്ല. ഇതേപോലൊരു വഴിയാണ് സ്കൂളിലേക്ക് നടന്നു പോയത്. മെറ്റീരിയൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലമില്ല. പിന്നെ കുട്ടികളുടെ എണ്ണവും വളരെ കുറവാണ്. കുട്ടികളുടെ എണ്ണം കൂടുതൽ മണിക്ക് നമുക്ക് പുതിയ കെട്ടിടം എത്താം. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് നിർമ്മിച്ചു നൽകിയിരുന്നു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിലസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബുഷറ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലക്കൽ ഗോപൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലേഷ്, SMC ചെയർപേഴ്സൺ സിബി ബോളസ്, പ്രഥമാധ്യാപിക ശ്രീലത, മുൻ HM ശോഭനകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി കുലശേഖരപുരം ഗവൺമെന്റ് HSലെ പ്രീ പ്രൈമറി വിഭാഗം രാജ്യാന്തര നിലവാരത്തിലേക്ക്. സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. കുലശേഖരപുരം ഗവൺമെന്റ് HSS പ്രീ പ്രൈമറി വിഭാഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയുള്ള സ്കൂൾ എന്നുള്ളതിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവർ ശ്രമിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് സ്ഥലപരിമിതി അടക്കമുള്ള വിഷയങ്ങളിൽ ഇതിനോടകം തന്നെ ഇടപെടുകയും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം വരുൺ ആലപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. PT പ്രസിഡന്റ് SA സലീം അധ്യക്ഷത വഹിച്ചു. DPO സബീന പദ്ധതി വിശദീകരിച്ചു. പ്രഥമാധ്യാപിക ശ്രീലത ജി സ്വാഗതം പറഞ്ഞു. DPC GK ഹരികുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം കൃഷ്ണൻകുട്ടി, VPC ശ്രീകുമാർ, SMC ചെയർമാൻ MS അരുൺ, പ്രിൻസിപ്പൽ S നൌഷാദ, PTA വൈസ് പ്രസിഡന്റ് സിയാദ് S, SMC വൈസ് ചെയർമാൻ V പ്രസന്നകുമാർ, BRC കോർഡിനേറ്റർ രഞ്ജിത്താർ ബേബി, BRC ട്രെയിനർ രശ്മി R, സീനിയർ അസിസ്റ്റന്റ് അജിതകുമാരി KS, സ്റ്റാഫ് സെക്രട്ടറി ദീപ്തി D തുടങ്ങിയവർ പങ്കെടുത്തു. സഹായിച്ച PTA, SMC, MPTA അംഗങ്ങൾ അവരുടെ നിസ്തുലമായ സേവനം വളരെവലുതാണ്. തുടക്കം മുതൽ ഇത് ഉദ്ഘാടന ദിവസം വരെ എല്ലാ സഹായ സഹകരണങ്ങളും തന്ന PTA, SMC ഒപ്പം നിന്നു. കൂടാതെ BRC തലത്തില് ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അഖിലേന്ത്യാ കിസാൻ സഭ പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഇടമൺ പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ഇൻഡോ അമേരിക്കൻ വാണിജ്യ വ്യാപാര കരാറിലെ കർഷക വിരുദ്ധ നിലപാടുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഇൻഡോ അമേരിക്കൻ വാണിജ്യ വ്യാപാര കരാറിലെ കർഷക വിരുദ്ധ നിലപാടുകൾ പിൻവലിക്കുക, കേന്ദ്ര ബജറ്റിലെ കർഷക വിരുദ്ധ സമീപനങ്ങൾ തിരുത്തുക, നെല്ല് സംഭരണത്തിൽ കേരള ഗവൺമെന്റ് നൽകി വരുന്ന ഇൻസെന്റീവ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പിൻവലിക്കുക, കേരള നിയമസഭ പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ തടഞ്ഞുവച്ചിരിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ കിസാൻ സഭ പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. ഇടമൺ പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഭാവികമായിട്ടും ഈ ധർണാ സമരത്തിന് ആധാരമായ ഏറെക്കുറെ പ്രിയപ്പെട്ട സഹാക്കൾ സൂചിപ്പിച്ച് കാണുമെന്നാണ്. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള ധർണാ പരിപാടികൾ, സമര പരിപാടികൾ
സംഘടിപ്പിക്കുവാൻ വേണ്ടി കിസാൻ സഭ തീരുമാനിച്ചു. പ്രധാനമായും 3-4 വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ധർണാ സമരം സംഘടിപ്പിക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. കാര്യം, ഒരു വിഷയം കർഷകർ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വിഷയം കർഷകർ ഉന്നയിക്കുമ്പോൾ അതിന് ഏറ്റവും അടിയന്തര പ്രാധാന്യം നൽകി പരിഹാരം കാണേണ്ടതാണ് സർക്കാർ. പക്ഷെ അത്തരം ഒരു സമീപനമല്ല കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ഇന്ത്യക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയപ്പോ ഇന്ത്യ ഒന്നുമടങ്ങിയില്ല. അവിടെ ട്രംപ് പറഞ്ഞു ഞങ്ങളിതാ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നു, ഇന്ത്യക്ക് അത് ഞങ്ങളെ 25% കുറയ്ക്കുന്നു, പകുതിയായി കുറയ്ക്കും. അതിനുശേഷം 18%-ലേക്ക് കൊണ്ടുവരുന്നു. നമ്മളെ കണ്ടതാ, ഇന്ത്യ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും 0% CPI മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി L ഗോപിനാഥപിള്ള, കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV സിജു, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം N കോമളകുമാർ, തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സതീശൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ N സുദർശനൻ, ബാബു ചെറിയാൻ, കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഷൈൻ ബി, ബിനുമോൻ, ഇടവൺ ബാഹുലയൻ, കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി അംഗം K രാജേന്ദ്രൻ, R ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. യു പ്രതിഭ MLAയുടെ ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കൊറ്റങ്കര പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ. പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല. പൈപ്പിടാനായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ യാത്രാക്ലേശം. വർണ്ണക്കൂടാരവും ക്രിയേറ്റീവ് കോർണറും ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട ഐവർകാല SNVJ UP സ്കൂളിലാണ് വർണ്ണക്കൂടാരം ആരംഭിച്ചത്. പ്രീ പ്രൈമറി രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തുക ലക്ഷ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.